കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഓരോ കാലഘട്ടത്തിലും ഉദിച്ചുയരുന്നവരും തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറയുന്നവരുമുണ്ട്. 2026 ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയ മാറ്റം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നിയമസഭയ്ക്കുള്ളിൽ മുഴങ്ങിക്കെട്ടിരുന്ന പല ശബ്ദങ്ങളും ഇത്തവണ വോട്ടെടുപ്പിന്റെ പോർക്കളത്തിൽ ഇല്ല എന്നതായിരുന്നു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചവരും ആരോഗ്യ കാരണങ്ങളാൽ മാറി നിൽക്കുന്നവരും നിയമക്കുരുക്കുകളാൽ അയോഗ്യത നേരിട്ടവരുമൊക്കെ ഇത്തവണത്തെ വോട്ടർ പട്ടികയ്ക്ക് പുറത്താണ്. എങ്കിലും ഇവരുടെ രാഷ്ട്രീയ സാന്നിധ്യം കേരളത്തിൽ എവിടെയാണെന്ന അന്വേഷണം രസകരമായ പല വിവരങ്ങളുമാണ് നൽകുന്നത്. തൊടുപുഴയുടെ കരുത്തനായ നേതാവ് PJ ജോസഫ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് പൂർണ്ണ വിരാമമിട്ടു എന്നത് ഇത്തവണത്തെ ഏറ്റവും വലിയ വാർത്തയായിരുന്നു. 11 തവണ മത്സരിക്കുകയും 10 തവണയും വിജയിക്കുകയും ചെയ്ത അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും മുൻനിർത്തിയാണ് കളം വിട്ടത്. തന്റെ രാഷ്ട്രീയ തട്ടകം മകന് കൈമാറിയ അദ്ദേഹം മകനു വേണ്ടിയുള്ള പ്രചാരണങ്ങളിൽ ഇപ്പോഴും നിഴലായി കൂടെയുണ്ട്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പങ്കെടുത്ത പൊതുസമ്മേളനങ്ങളിലും പാർട്ടി യോഗങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നതിലൂടെ അദ്ദേഹം ഇപ്പോഴും കേരള കോൺഗ്രസിന്റെ അമരക്കാരൻ തന്നെയാണെന്ന് തെളിയിക്കുന്നു. തൃപ്പൂണിത്തറയുടെ പ്രതിനിധിയായി 3 പതിറ്റാണ്ടോളം നിയമസഭയിൽ ഇരുന്ന K ബാബുവും ഇത്തവണ സ്വയം മാറി നിന്നു. പാർട്ടിയുടെയും അണികളുടെയും വലിയ സമ്മർദ്ദമുണ്ടായിട്ടും തന്റെ രാഷ്ട്രീയ ഇന്നിംഗ്സ് അവസാനിപ്പിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. എങ്കിലും തൃപ്പൂണിത്തറയിലെ UDF സ്ഥാനാർത്ഥി ദീപക് ജോയിക്കായി വോട്ട് പിടിക്കാൻ അദ്ദേഹം വിശ്രമമില്ലാതെ രംഗത്തുണ്ട്. ആരോഗ്യപരമായ കാരണങ്ങളാൽ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് MK മുനീർ ഇത്തവണ മത്സരരംഗത്തില്ല. എന്നാൽ കോഴിക്കോട്ടെ വിവിധ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾക്കായി അദ്ദേഹം ഇപ്പോഴും കരുത്തനായ പ്രചാരകനായി തുടരുന്നു.